ആണവ പദ്ധതിയെ ചൊല്ലി UN സുരക്ഷാ സമിതിയിൽ വൻ ഏറ്റുമുട്ടൽ നടന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. യുഎസിനെതിരെ റഷ്യയും ചൈനയും രംഗത്ത് വന്നതോടുകൂടി തന്നെ വിഷയം കൂടുതൽ സങ്കീർണമായി തന്നെ തുടരുകയാണ്. ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നതിന് തുല്യമാണ്. രണ്ടാഴ്ച മുൻപ് ഇറാനെതിരെ ആരംഭിച്ച യുദ്ധത്തെ ന്യായീകരിക്കാൻ അമേരിക്ക ഐക്യരാഷ്ട്രസഭയിൽ തങ്ങളുടെ വാദങ്ങൾ അവതരിപ്പിച്ചപ്പോഴാണ് ഈ ചർച്ച നടന്നത്. എങ്ങനെയും ഇറാന്റെ ആണവ പദ്ധതികളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് ഇപ്പോൾ നെതന്യാഹുവും ട്രംപും രംഗത്തിറക്കിയിരിക്കുന്നത്. ഈ പദ്ധതികൾ മെനയുന്നതും എന്നാൽ ഒന്നും കുറുക്കിക്കൊള്ളുന്നില്ല എന്നതാണ് ഏറ്റവും വാസ്തവകരമായ കാര്യം. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ ചൂടേറിയ ചർച്ചകൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അമേരിക്കയെയും അതിന്റെ പാശ്ചാത്യ സഖ്യകക്ഷികളെയും റഷ്യയ്ക്കും ചൈനയ്ക്കും എതിരായി തന്നെ ഉയർത്തി കാണിക്കാനാണ് ഇവർ ശ്രമം നടത്തിയത്. ഇതിനെതിരായ കടുത്ത നിലപാടുകളെയും ഉപരോധങ്ങളെയും ന്യായീകരിക്കാൻ US ശ്രമിച്ചപ്പോൾ മോസ്കോയും ബീജിംഗും ആകട്ടെ പ്രതിസന്ധിക്ക് കാരണക്കാരായ അമേരിക്കയാണ് കൂടുതലായുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അഴിച്ചുവിട്ടതും. അതേപോലെ തന്നെ 15 അംഗ സുരക്ഷാ കൗൺസിലിന്റെ ഒരു യോഗത്തിൽ ഇറാനുമേൽ ഏർപ്പെടുത്തിയ ഐക്യരാഷ്ട്രസഭ ഉപരോധങ്ങൾ അത് നിരീക്ഷിക്കുന്ന 1737 കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തടയാൻ റഷ്യയും ചൈനയും ഇവിടെ ശ്രമം നടത്തുകയാണ്. എന്നിരുന്നാൽ പോലും കൗൺസിലിനുള്ളിൽ നടന്ന വോട്ടെടുപ്പിൽ അവരുടെ ശ്രമങ്ങൾ പരാജയപ്പെടുകയും ചർച്ചകൾ തുടരുന്നതിന് അനുകൂലമായി തന്നെ 11 രാജ്യങ്ങൾ വോട്ട് ചെയ്തപ്പോൾ 2 രാജ്യങ്ങൾ ഇവിടെ വിട്ടുനിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇറാനെതിരെ ആയുധ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് US പ്രഖ്യാപനം നടത്തിയിരുന്നു. യോഗത്തിൽ റഷ്യയും ചൈനയും ഇറാനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയിലെ US അംബാസിഡർ മൈക്ക് വാൾസൺ ആരോപിക്കുകയാണ് ചെയ്തത്. എന്നാൽ അംഗരാജ്യങ്ങളും ഇറാനെതിരെ ആയുധ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് പറയുകയും ചെയ്തു. അതേപോലെ തന്നെ എല്ലാ UN അംഗങ്ങളെയും ഇറാനെതിരെ ആയുധ ഉപരോധം ഏർപ്പെടുത്തണമെന്നും മിസൈൽ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റവും വ്യാപാരവും നിരോധിക്കണമെന്നും അനുബന്ധ സാമ്പത്തിക സ്രോതസ്സുകൾ മരവിപ്പിക്കണം എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ ആണവ മിസൈൽ പരമ്പരാഗത ആയുധ പരിപാടികൾ ഉയർത്തുന്ന ഭീഷണികൾ അത് തടയുന്നതിനാണ് ഈ ഉപരോധങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നതായിരുന്നു US പ്രതിനിധികൾ വ്യക്തമാക്കിയത്. എന്നിരുന്നാൽ പോലും ചൈന ഈ ഒരു ആരോപണം അത് നിരസിക്കുകയും പ്രതിസന്ധിക്ക് അമേരിക്കയെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയിലെ ചൈനയുടെ പ്രതിനിധി ഇക്കാര്യങ്ങൾ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇറാൻ ആണവ പ്രതിസന്ധിയുടെ പ്രധാന ഒരു പ്രകരശക്തി അത് അമേരിക്കയാണ്. ചർച്ചകളിൽ ഇറാനെതിരെ അവർ പരസ്യമായി തന്നെ ബലപ്രയോഗം നടത്തുകയാണ്. നയതന്ത്ര ശ്രമങ്ങൾ ഇവിടെ നിഷ്ക്രിയമായി തന്നെ മാറുന്നു. അതേസമയം ഐക്യരാഷ്ട്രസഭയിലെ ഇറാന്റെ അംബാസിഡർ അമീർ സയ്യിദ് ആകട്ടെ ഇത്തരത്തിൽ തന്റെ രാജ്യങ്ങളെ ആണവ പദ്ധതിയെ ന്യായീകരിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും സമാധാനപരമാണ് എന്നതാണ് പറയുന്നത്. ഇറാന്റെ ആണവ പദ്ധതി എല്ലായ്പ്പോഴും പൂർണ്ണമായും സമാധാനപരമാണ്. ഞങ്ങൾക്കെതിരെ പുതിയ ഉപരോധങ്ങൾ സ്വീകരിക്കില്ല എന്ന ഒരു വാക്കുകൂടിയാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.